പ്ലാനിൽ ജനിച്ച ഒരാളാണ് നമ്മുടെ ഹാഷിറാമ. നറൂട്ടോ സീരീസിലെ ഏറ്റവും പവർഫുൾ ആയുള്ള ക്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ സെഞ്ചു ക്ലാനും വരും. ഈ ഒരു ഹാഷിറാമയുടെ ചെറുപ്പത്തിൽ സെഞ്ചു ക്ലാനും അതുപോലെ തന്നെ ഉച്ചിഹ ക്ലാനും ആ ജന്മ ശത്രുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാനുകൾക്കിടയിൽ എപ്പോഴും യുദ്ധങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഹാഷിറാമയ്ക്കാണെങ്കിൽ ഈ ഒരു യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമാധാനമായിട്ടുള്ള ഒരു ലോകം ഉണ്ടാകാനാണ് ഹാഷിറാമ എപ്പോഴും കരുതിയിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹാഷിറാമ യാദൃച്ഛികമായിട്ട് ഒരു ദിവസം നമ്മുടെ മാതരയെ കാണുന്നത്. മാതരയെ പറ്റി ഞാൻ കൂടുതലായിട്ട് ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉച്ചിഹ വംശത്തിലുള്ള ഒരാളാണ് മാതര. ഈ ഒരു മാതര ഉച്ചിഹ വംശത്തിലായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെഞ്ചു ക്ലാനും ഉച്ചിഹ ക്ലാനും തമ്മിൽ ശത്രുക്കളാണെന്ന്. എന്നാൽ ഇവരാണെങ്കിൽ തങ്ങളുടെ വംശം ഏതാണെന്ന് പരസ്പരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഹാഷിറാമയും തന്റെ ഫ്രണ്ടായിട്ടുള്ള മാതരയും സന്തോഷമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമം ഉണ്ടാക്കണം എന്നായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇവർ പരസ്പരം ട്രെയിനിങ് ചെയ്ത് ശക്തരാകാൻ വേണ്ടി എപ്പോഴും പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹാഷിറാമയും മാതരയും ഇങ്ങനെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു നദിയിൽ ഒരു ഡെഡ് ബോഡി ഒഴുകുന്നത് ഇവർ കാണും. അപ്പോൾ തന്നെ ഹാഷിറാമയ്ക്ക് ഇവിടെ അടുത്ത് എവിടെയോ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് നോക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്കായിട്ട് പോകുന്നു. അതിനുശേഷമാണ് ഹാഷിറാമ ആ ഒരു വിവരം അറിയുന്നത്. തന്റെ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചുപോയി. അതായത് നമ്മുടെ ഹാഷിറാമ അടക്കം 3 ആൾക്കാരാണ് ഉള്ളത്. അതിൽ ഒരു ബ്രദർ മരിച്ചുപോയി, ബാക്കിയുള്ളത് നമ്മുടെ ടോബിറാമയാണ്. അങ്ങനെ ഹാഷിറാമ തന്റെ ഒരു ബ്രദർ വാറിൽ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വാറിൽ യുദ്ധം ചെയ്യിപ്പിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഈ ഒരു ലോകത്ത് എങ്ങനെയെങ്കിലും സമാധാനം കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മാതരയോട് ഹാഷിറാമ പറയുന്നുണ്ട്. എന്നാൽ ഇതേപോലെ തന്നെയാണ് നമ്മുടെ മാതരയുടെ അവസ്ഥ. കാരണം മാതരയുടെ ബ്രദർ ഒരു വാറിൽ മരിച്ചുപോയിരുന്നു. അങ്ങനെ രണ്ടുപേർക്ക് സമാധാനം കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ആയിട്ട് ഞാൻ സെഞ്ചു ക്ലാനിലുള്ളതാണ്, അതുപോലെ മാതര ഉച്ചിഹ ക്ലാനിലുള്ളതാണ് എന്ന വിവരങ്ങളൊന്നും പരസ്പരം പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ഹാഷിറാമയും മാതരയും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ടോബിറാമ ഇത് ദൂരെ നിന്നും കാണുന്നു. അപ്പോൾ തന്നെ ഈ ഒരു വിവരം പേരൻസിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹാഷിറാമയോട് ചോദിക്കും, നിന്റെ കൂടെയുള്ള അവന്റെ ക്ലാനിനെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമോ? അവനെ കണ്ടിട്ട് മിക്കവാറും അവൻ ഒരു ഉച്ചിഹ ക്ലാനിലുള്ള ഒരാളായിരിക്കും. അവൻ വേണമെങ്കിൽ നിന്റെ അടുത്ത് ചെന്ന് നിന്റെ ക്ലാനിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയായിരിക്കും നിന്റെ കൂട്ടത്തിൽ കൂടിയത് എന്നൊക്കെ ഇവരുടെ പേരൻസ് ഹാഷിറാമയോട് പറയുമ്പോൾ നമ്മുടെ ഹാഷിറാമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു നല്ല കുട്ടിയാണ്, ഇന്ത്യസ് അവനൊരു ഉച്ചിഹ ആണെങ്കിലും അവനൊരു നല്ല മനസ്സുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ എപ്പോഴത്തേക്കും നമ്മുടെ ഹാഷിറാമയും മാതരയും അവരുടെ മെയിൻ സ്ഥലത്തെത്തി ആ ഒരു നദിയുടെ 2 വശത്തായി ഇരിക്കുന്നു. അങ്ങനെ ഇവർ എപ്പോഴും ചെയ്യാവുന്നതുപോലെ ഹാഷിറാമയും മാതരയും കല്ലെടുത്ത് പരസ്പരം എറിഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ആ ഒരു കല്ല് രണ്ടുപേരും വായിക്കുന്ന സമയത്ത് രണ്ടുപേരും എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കോ എന്നാണ് 2 കല്ലിലും എഴുതിയിട്ടുള്ളത്. അപ്പോഴതാ നമ്മുടെ മാതരയുടെ ഫാമിലിയും ഹാഷിറാമയുടെ ഫാമിലിയും അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഈ സമയമാണ് സത്യത്തിൽ തന്റെ കൂടെയുള്ള സുഹൃത്ത് എന്ന് പറയുന്നത് ശത്രു വംശത്തിലെ ആളാണെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. ഹാഷിറാമ മാതര ഉച്ചിഹ വംശത്തിലാണെങ്കിലും തനിക്കതൊരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ മാതരയ്ക്ക് അങ്ങനെയല്ല. കാരണം മാതരയുടെ സഹോദരനെ ഇല്ലാതാക്കിയത് സെഞ്ചു ക്ലാനിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരോട് അത്രയധികം വെറുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ മാതര പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഞ്ചു ക്ലാനിലുള്ള ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നീ എന്റെ ഒരു ഫ്രണ്ട് അല്ല, നീ എന്റെ ശത്രുവാണ്. യുദ്ധത്തിൽ ഞാൻ നിന്നെ കാണാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഹാഷിറാമ ഒരുപാട് തവണ മാതരയോട് പറഞ്ഞു നോക്കി. എന്നാൽ അതിനൊന്നും നമ്മുടെ മാതര വഴങ്ങുകയുമില്ല. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞ് ഇപ്പോൾ മാതരയും ഹാഷിറാമയും നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തങ്ങളുടെ വംശത്തിന്റെ ലീഡറായി മാറിയിട്ടുണ്ടാകും. ഈ ഒരു സമയമായാലും ഈ 2 ക്ലാൻ തമ്മിലുള്ള യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടുമില്ല. നമ്മുടെ ഹാഷിറാമയാണെങ്കിൽ ഉച്ചിഹ ക്ലാനിന്റെ അടുത്ത് പോയി നമ്മുടെ ലീഡറായിട്ടുള്ള മാതരയോട് പലതവണ ഹാഷിറാമ സംസാരിച്ചു നോക്കും. നമുക്ക് യുദ്ധങ്ങളൊക്കെ വേണ്ട, സമാധാനമായിട്ട് പോകാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കും. എന്നാൽ മാതര അതിനൊന്നും തയ്യാറാവുകയുമില്ല. അങ്ങനെ ഇവർക്കിടയിൽ എപ്പോഴും ഉണ്ടാകുന്നത് പോലെ ഇവിടെയും ഒരു യുദ്ധം നടക്കുന്നു. അതായത് ഒരു ഭാഗത്ത് നിന്നും ഹാഷിറാമയും മാതരയും ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ സഹോദരങ്ങളായിട്ടുള്ള അതായത് ഹാഷിറാമയുടെ ബ്രദറായിട്ടുള്ള ടോബിറാമയും അതുപോലെ തന്നെ മാതരയുടെ ബ്രദറും തമ്മിൽ മറ്റൊരു ഭാഗത്ത് നിന്നും ഫൈറ്റ് പോകുന്നു. ഈ സമയം നമ്മുടെ ടോബിറാമയാണെങ്കിൽ മാതരയുടെ ബ്രദറിനെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു മാതരയുടെ ബ്രദറിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഞ്ചൂർഡ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഇതൊക്കെ കാണുന്ന ഹാഷിറാമ മാതരയോട് ഒന്നും കൂടി പറയുന്നുണ്ട്, ഇതൊന്നും അവസാനിച്ചിട്ടില്ല. ഈ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം തന്നെ നമുക്ക് ഇല്ലാതാക്കാം, സമാധാനത്തിൽ കൊണ്ടുവരാം, ഒരുപാട് ആൾക്കാരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കും. എന്നാൽ മാതരയാണെങ്കിൽ അവിടെ നിന്ന് ഒന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതരയ്ക്ക് ആകെ പറയാനുള്ളത് തന്റെ ബ്രദറാണ്. തന്റെ ബ്രദറും മരിച്ചു പോകുന്നു. അങ്ങനെ മാതരയുടെ ബ്രദർ മരിച്ചതുകൊണ്ട് തന്നെ തനിക്ക് എറ്റേണൽ മാഗി ശരീരം കിട്ടുകയും ചെയ്തിരുന്നു. അത് വെച്ച് നമ്മുടെ മാതര സുസനെയും അൺലോക്ക് ചെയ്തു. ഇത്രയൊക്കെ പവർഫുള്ളായ മാതര പിന്നീട് വാറിൽ ഈസിയായി ജയിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ എത്രയൊക്കെ ഓവർ കോൺഫിഡൻസ് ആയാലും നമ്മുടെ ഹാഷിറാമ പിന്നെയും മാതരയോട് പറയുന്നുണ്ട് നമുക്കൊരു സമാധാനത്തിൽ പോകാം. എന്നിട്ടും മാതര കേൾക്കുന്നില്ല. അങ്ങനെ ഫൈനലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹാഷിറാമ തന്റെ വുഡ്സ്റ്റേഡൊക്കെ വെച്ച് മാതരയെ ഈസിയായിട്ട് ഡിഫീറ്റ് ചെയ്യും. അങ്ങനെ മാതരയെ ഡിഫീറ്റ് ചെയ്തതിനു ശേഷമാണ് അവിടെ കറക്റ്റായി ടോബിറാമ വന്ന് ഇതാണ് നമുക്ക് പറ്റിയ അവസരം, ഇപ്പോൾ തന്നെ മാതരയെ ഒന്ന് തീർത്തു കളയാമെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ഹാഷിറാമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതര ഇപ്പോഴും എന്റെ ഫ്രണ്ടാണ്, അതുകൂടാതെ ഇപ്പോൾ ഉച്ചിഹ വംശത്തിന്റെ
ലീഡറാണ് മാതറ. മാതറ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവന്റെ സ്ഥാനത്ത് പുതിയൊരു ലീഡർ വരും. ഈ ഒരു യുദ്ധവും കാലാകാലങ്ങളായി നീണ്ടുകൊണ്ടേയിരിക്കും. എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? നമുക്ക് അവസാനമായ ഒരു തീരുമാനത്തിൽ എത്താമെന്ന് മാതറയോട് പറയുന്നു. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന മാതറ പറയുന്നത് എനിക്കൊരു ഡിമാൻഡ് മാത്രമാണ് ഉള്ളത്. നീ നിന്റെ ബ്രദറായിട്ടുള്ള ടോബിറാമയെ എനിക്ക് തീർക്കണം. നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാമെന്നും പറയുന്നു. എന്നാൽ ഇത് കേട്ട് നമ്മുടെ ഹാഷ്ലാമ പറയുന്നത് എനിക്ക് എന്റെ ബ്രദറിനെ കൊല്ലാനൊന്നും സാധിക്കില്ല. എന്നാൽ ടോബിറാമയുടെ ജീവന് പകരം നീ വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോ എന്ന് പറഞ്ഞ് ടോബിറാമ കുണായി എടുത്ത് തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഹാഷ്ലാമ ഇത് ചെയ്യുന്നത് കണ്ട് അപ്പോൾ തന്നെ മാതറ അത് തടയുകയും ഫൈനലി ഹാഷ്ലാമ പറയുന്നത് നമ്മുടെ മാതറ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സെഞ്ചു ക്ലാനും ഉച്ചിയ ക്ലാനും ചേർന്ന് രണ്ടുപേരും സമാധാനത്തിലെത്തുകയും ഒരു കൂട്ടരും ചേർന്ന് ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഹിഡൻ ലീഫ് എന്ന വില്ലേജിൽ ഇവിടെ വയ്ക്കുന്നു. അതുപോലെ പഴയതുപോലെ ഹാഷ്ലാമയും മാതറയും ഫ്രണ്ട്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു വില്ലേജിന്റെ ഹൊക്കാഗിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാഷ്ലാമയാണ്. ഷേഡോ ഹൊക്കാഗിയായിട്ട് നമ്മുടെ മാതറയും. എന്നാൽ ഈ ഒരു വില്ലേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചിയ ക്ലാനും സെഞ്ചു ക്ലാനിലുള്ള ആൾക്കാരല്ലാതെ പുറത്തു നിന്നും മറ്റുള്ള ക്ലാനിലുള്ള ആൾക്കാരൊക്കെ ചേർന്ന് ഒരു വലിയ നേഷനായിട്ട് മാറും. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ മാതറയുടെ മനസ്സ് പെട്ടെന്ന് മാറുന്നത്. അതായത് ഇപ്പോൾ ഹാഷ്ലാമ പോയി കഴിഞ്ഞാൽ അടുത്ത ഹൊക്കാഗിയായിട്ട് വരുന്നത് നമ്മുടെ ടോബിറാമയാണ്. ടോബിറാമയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉച്ചിയാസിനെ അത്രയധികം വെറുക്കുന്ന ഒരാളാണ് ടോബിറാമ. ടോബിറാമ ഇന്ത്യസ് ഹൊക്കാഗിയായി കഴിഞ്ഞാൽ അത് ഉച്ചിയാസിന് ഒരു വലിയ ഭീഷണിയായിരിക്കും. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഹാഷ്ലാമയോട് പറയുമ്പോൾ ഹാഷ്ലാമ പറയുന്നത് നീ പിന്നെയും തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ മാതറ പറയുന്നത് എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എനിക്കും കൂടുതൽ ശക്തനായി മാറണം. ഈ ഒരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഇതൊന്നും കൊണ്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയില്ല. ഞാൻ എന്റേതായിട്ടുള്ള പാതയിൽ ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തുമെന്ന് പറഞ്ഞാണ് മാതറ ഈ ഒരു വില്ലേജ് വിട്ട് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഇതിനുശേഷം മറ്റുള്ള പ്രദേശത്തിലുള്ള ആൾക്കാർ ലീഫ് വില്ലേജ് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ അവിടെയുള്ള ആ ഒരു ഭൂപ്രദേശത്തിനൊക്കെ അനുസരിച്ച് അവരുടേതായിട്ടുള്ള ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതിനൊക്കെ ഓരോ ഹൊക്കാഗേഴ്സായിട്ടും ഉണ്ടാകും. അങ്ങനെ ഒരുപാട് കാലം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ ലീഫ് വില്ലേജ് പോകുന്ന സമയത്താണ് ഇനിയും നമ്മുടെ മാതറ തിരിച്ചു വരുന്നത്. വെറുതെ അല്ല, കൂടുതൽ ശക്തനായിട്ടാണ് ഇവിടെ മാതറ വരുന്നത്. നമ്മുടെ മാതറ ഇങ്ങനെ മാറ്റാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് സെറ്റ്സ് ആണ്. അങ്ങനെ മാതറ ലീഫ് വില്ലേജിന് അഗേൻസ്റ്റ് ആയിട്ട് വരുന്നത് മനസ്സിലാക്കി നമ്മുടെ ഹാഷ്ലാമ മാതറയോട് പറയുന്നു നീ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് ഉച്ചിയാസിന് വേണ്ടിയല്ല. ഇവിടെ ഇപ്പോൾ ഉച്ചിയാസും സെഞ്ചുവും പോലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നീ ഇപ്പോൾ ഈ ഒരു വില്ലേജിനെ തന്നെ മൊത്തത്തിലാണ് ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോഴാണ് മാതറ പറയുന്നത് ഈ ചെയ്തതൊക്കെ വളരെ വലിയ തെറ്റാണ്, ഈ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന രീതിയിലാണ് ഇവിടെ മാതറ പറയുന്നത്. അങ്ങനെ ഇവരുടെ ഫൈറ്റും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഹാഷ്ലാമ ആദ്യമേ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാൻ തന്നെ ആഗ്രഹമില്ല, നിന്നെ കൊല്ലാനും ആഗ്രഹമില്ല എന്നും പറയും. മാതറ പറയും എനിക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ മാതറയെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാതറ ഖുറാനെ കൺട്രോൾ ചെയ്താണ് ഇവിടെ വരുന്നത്. ഖുറാൻ എന്ന് പറയുന്നത് നമ്മുടെ 90 ബീസ്റ്റ്. അങ്ങനെ മാതറ 90 ബീസ്റ്റിനെയും കൺട്രോൾ ചെയ്ത് അതിന്റെ മുകളിൽ സുസനമൊക്കെ വെച്ചാണ് ഹാഷ്ലാമയായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ മാതറ എന്തൊക്കെ യൂസ് ചെയ്താലും ഹാഷ്ലാമയുടെ അടുത്ത് ഇതൊന്നും വർക്കായില്ല. നമ്മുടെ മാതറ ആണെങ്കിൽ ഒരുപാട് നേരം ഷെറിനെ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ താൻ വലിയ വീക്കായി മാറുകയും ചെയ്യും. അതിന് നമ്മുടെ ഹാഷ്ലാമ ഒരു വുഡ് ക്ലോൺ വെച്ച് മാതറയെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞാണ് ഹാഷ്ലാമയെ ഇല്ലാതാക്കാൻ വേണ്ടി മറ്റൊരു വില്ലേജിൽ നിന്നും കാബൂസ എന്ന് പറഞ്ഞുള്ള ഒരു സോൾജർ വരുന്നത്. ഇവിടെ മാതറയ്ക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെ കാബൂസയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹാഷ്ലാമയെ കൊല്ലാൻ തന്നെ കാബൂസയെ ഹാഷ്ലാമ ഈസിയായി പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് 5 കാബൂസും ചേർന്ന് നമ്മുടെ വില്ലേജുകൾക്കിടയിൽ